എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. ചെയ്തത് അതിനെ എങ്ങനെ വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എല്ലാം ന്യായീകരിക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിനി ആർക്കും എന്റെ ഭാഗത്തുനിന്ന് സഹിക്കേണ്ടി വരില്ല. ഞാനിനി ഒരിക്കലും എനിക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കില്ല. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? തോന്നി, നിങ്ങളോട് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. മാറ്റം എപ്പോഴും നല്ലതാണ്, അത് ഗുണമേ ചെയ്യൂ. പക്ഷേ അതൊരു ഡിപ്രഷനായിട്ട് മാറരുത്. ഞാൻ ശരിയല്ല, ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചാൽ വിഷാദ രോഗത്തിലേക്ക് പോവും മനസ്സ്. അങ്ങനെ സംഭവിക്കരുത്. കാരണം ഒരിക്കൽ ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് കരകയറുന്നത് അത്ര എളുപ്പമല്ല. എനിക്ക് ഡിപ്രഷനൊന്നും വരില്ല, അതോർത്താരും പേടിക്കണ്ട. ചന്ദ്ര നല്ല കുട്ടിയാ. മറ്റുള്ളവർ നിന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചിയമ്മയുടെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ മറ്റെല്ലാവർക്കും. അല്ലെങ്കിൽ സിദ്ധുവേട്ടൻ പറയട്ടെ. സിദ്ധുവിനെ സ്വന്താക്കാൻ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. അപ്പോഴത്തെ ബുദ്ധിമോശം. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. എന്താ ഈ ചന്ദ്രയ്ക്ക് പറ്റിയത്? എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന ആളല്ല ചന്ദ്ര. ഞാനൊരു യാത്ര പ്ലാൻ ചെയ്താലോന്ന് ആലോചിക്കുക സിദ്ധോട്ട. യാത്രയോ? എന്ത് യാത്ര? എന്തായാലും അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം. പല പുണ്യസ്ഥലങ്ങളിലും പോയി അതൊഴുക്കണമെന്നാ എനിക്ക്. എന്നാൽ പിന്നെ അതൊരു തീർത്ഥാടനം ആക്കിയാൽ എന്താ എന്നൊരു ചിന്തയുണ്ട്. കാശി, രാമേശ്വരം, തിരുനാവായ, പാപനാശം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കൂടെ ആരെങ്കിലും വരണ്ടേ യാത്രയ്ക്ക്? അത് വേണ്ട സിദ്ധോട്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അതാ നല്ലത്. സിദ്ധോട്ടൻ എന്ത് പറയുന്നു? ഞാൻ പോകുന്നതല്ലേ നല്ലത്? പോണെന്നും ഞാൻ പറയത്തില്ല, പോകണ്ടെന്നും ഞാൻ പറയത്തില്ല. ചന്ദ്രയുടെ ജീവിതം ചന്ദ്രയ്ക്ക് തീരുമാനിക്കാം. അതൊരു തരം ഒഴിഞ്ഞുമാറലല്ലേ സിദ്ധോട്ട? സാരല്ല, എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. എന്നാലും സിദ്ധോട്ടനൊരു അഭിപ്രായം പറയുമ്പോൾ അതിനതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ടല്ലോ. ഞാനിപ്പോഴും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സിദ്ധോട്ടൻ്റെ വാക്കുകൾക്ക്. യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ എളുപ്പമാണ്. ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാം. അത് തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവണം. എങ്കിലേ അപകടമൊന്നും പറ്റാതെ തിരിച്ചു വരാൻ പറ്റൂ. തിരിച്ചു വരാനല്ല സിദ്ധോട്ട ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്നത്. ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചിതാഭസ്മത്തിനൊപ്പം ഞാനും അങ്ങ് പോവും. എവിടേക്ക്? എവിടേക്കാണോ അച്ഛൻ പോയത് അവിടേക്ക് തന്നെ. മടുത്തു. പ്രതീക്ഷിക്കാനൊന്നുമില്ല. പിന്നെന്തിനാ ജീവിക്കുന്നത്? ചെറിയ പ്രായമല്ലേ? ഈ പ്രായത്തിൽ തന്നെ എന്തിനത്ര നിരാശ? എന്താ അതിന് കാരണം? അച്ഛൻ്റെ മരണം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. വേറെ എന്തോ ഉണ്ട്. എന്താ അത്? വേറൊന്നുമില്ല. പണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതുമില്ല.
എന്റെ മോഹങ്ങളെ മുഴുവൻ ഏതെങ്കിലും നദിയിൽ ഒഴുക്കിക്കളയാനാ ഞാൻ പോകുന്നത്. അതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുന്നത് എനിക്ക് കാണണം. കൂടെ ഞാനും പോവും. നദികള് നമ്മുടെ അമ്മമാരാണെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെ നോക്കിയ അവസാനം അങ്ങോട്ട് തന്നെയാ നമ്മളും ചെല്ലേണ്ടത്. ആ അമ്മയുടെ മടിത്തട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ഉറങ്ങണം. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. സിദ്ധുവിന്റെ ആഗ്രഹങ്ങളൊക്കെ വേഗം നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. മോളെ, നീ എന്താ തീർത്ഥയാത്രയ്ക്ക് പോവാണെന്ന് സിദ്ധു പറഞ്ഞു. നിനക്ക് എന്താ പറ്റിയ ചന്ദ്രേ? എന്ത് പെട്ടെന്നാ നീ മാറിയത്? മാറി മാറ്റം എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ ചേച്ചിയമ്മേ. അങ്ങനെയുള്ള അനുഭവങ്ങളാവുമ്പോ നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറും. യാത്രയൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ പോകുന്ന പോലെ തന്നെ തിരിച്ചിങ്ങ് വന്നേക്കണം. ശ്രമിക്കാം. ശ്രമിക്കാമെന്നോ? ആഹാ, അപ്പൊ വരാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? എന്റെ മനസ്സെന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. മോളെ, അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്നേക്കാൾ കൂടുതൽ ജീവിതാനുഭവങ്ങൾ ഉള്ളവളാ ഞാൻ. ഇപ്പൊ ഉണ്ടായ ഈ വിഷമങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മാറും. അതിന്റെ പേരിൽ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത്. എടുത്താ അത് പിന്നീട് നിന്നെ തന്നെ ബാധിക്കൂ. എന്നെ ഇപ്പൊ ഒന്നും പ്രലോഭിപ്പിക്കുന്നില്ല ചേച്ചിയമ്മേ. എനിക്കിനി ഒന്നും ചെയ്യാനില്ലെന്നുള്ള തോന്നലാ ഉള്ളില്. നിന്റെ അച്ഛന്റെ കൊലപാതകയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? അതിന് നീ ഇവിടെ ഉണ്ടായാലല്ലേ പറ്റൂ. അതൊക്കെ പോലീസ് നോക്കിക്കോളും. കൊലപാതകയെ പിടിച്ചാലും മരിച്ചുപോയ എന്റെ അച്ഛൻ തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്കുണ്ടായ നഷ്ടം ഒരു കാരണവശാലും നികത്തപ്പെടാനും പോകുന്നില്ല. പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? മോളെ, നിനക്ക് നല്ലൊരു കൗൺസിലിംഗ് വേണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാ. വേണ്ട ചേച്ചിയമ്മേ, ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കരുതുന്ന പോലെ ഒരു പ്രശ്നമല്ല എന്റേത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഈ യാത്ര. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക വേണ്ടത്. എന്നെ അനുഗ്രഹിക്കണം. എല്ലാം മംഗളമായിട്ട് തീരാൻ പ്രാർത്ഥിക്കണം. മറ്റൊന്നും എനിക്ക് വേണ്ട ചേച്ചിയമ്മ. നിങ്ങളുടെയൊക്കെ സ്നേഹം അതെൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അത് മതി നിങ്ങൾ എന്നും ഓർക്കാൻ.